is the next one? Change pronoun. അതാണ് അടുത്തത് ചെയ്യേണ്ടത്. ഇവിടെ ഡയറക്റ്റ് സ്പീച്ചിലുള്ള പ്രോനൗണും അതെങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറുമ്പോൾ പ്രോനൗൺ മാറുന്നത് എന്ന് നിങ്ങൾ കണ്ടോ? ഐ എന്ന് പറയുന്നത് ഹി ഷീ ആയിട്ട് മാറുന്നു, വി ദേ ആയി മാറുന്നു, യു ഹി ഷീ ദേ ആയി മാറുന്നു, മൈ ഹിസ് ഓർ ഹർ ആയി മാറുന്നു, അവർ ദേർ ആയി മാറുന്നു. സോ എവ്രി വൺ റീഡ് ഇറ്റ്. മനസ്സിലായില്ലേ? ഇനി നമ്മൾ കുറച്ച് എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണ്. നിങ്ങൾക്ക് ഈ പ്രോനൗൺ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ. ഹി സെഡ് ഹരി ഹാസ് ഇൻവൈറ്റഡ് മീ ഓർ അസ് ടു ലഞ്ച്. ഇവിടെ മീ അല്ലെങ്കിൽ അസ് എന്ന് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരിക. മീ അല്ലെങ്കിൽ അസ് ആയിരിക്കും വരുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, വേറെ കുറേ പ്രോനൗൺസ് ഉണ്ട്. ഇതിലേത് ഏത് വേണമെങ്കിലും ആകാം. അപ്പം ഇവിടെ മീ ആൻഡ് അസ് കൊടുത്തിരിക്കുന്നത് കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സെൻറ്റൻസ് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം ഇത് വളരെ സാധാരണയായ ഒരു സെൻറ്റൻസ് ആണ് അല്ലേ, ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇപ്പം നമ്മൾ ഏതാണ് റിപ്പോർട്ടിംഗ് വേർബ്? സെഡ് തന്നെ. ഏതാണ് കണക്ടർ? ദാറ്റ്. ഹീ സെഡ് ദാറ്റ് ഹരി ഹാഡ് ഇൻവൈറ്റഡ് ഹിം. ഒന്നും കൂടെ പോയി നോക്കൂ. മീ എന്ന് പറയുന്നത് എന്തായി മാറുന്നു? ഹിം ആയിട്ട് മാറുന്നു. അസ് എന്ന് പറയുന്നത് എന്തായി മാറുന്നു? them. He said that Hari had invited him or them to lunch. കണ്ടില്ലേ ഇവിടെ ചേഞ്ച് ചെയ്ത് പ്രോനൗണ്. അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. He said this is my bicycle. ഇവിടെ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോഴെങ്ങനെയാണ് ഇത് പറയുന്നത്? He said that was his bicycle. my എന്നുള്ളത് എന്തായി? his ആയി മാറി. പ്രോനൗൺ ചേഞ്ച് ചെയ്ത് കണ്ടില്ലേ? ഇനി മറ്റൊരു കാര്യവും കൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നു. ദിസ് എന്നുള്ളത് ദാറ്റ് ആയി മാറിയിരിക്കുന്നു. ദിസ് ഈസ് മൈ ബൈസിക്കിൾ എന്നുള്ളത് ദാറ്റ് വാസ് ഹിസ് ബൈസിക്കിൾ എന്നായി മാറി. അപ്പോൾ ദിസ് എന്നുള്ളത് ദാറ്റ് ആയിട്ട് മാറി അല്ലേ? യെസ്, അത്തരത്തിലുമുണ്ട് കുറച്ച് മാറ്റങ്ങൾ. ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ, നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാറ്റുമ്പോൾ അത്തരത്തിൽ കുറച്ചുകൂടി എക്സാമ്പിൾസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ദിസ് എന്ന് പറയുന്നത് ദാറ്റ് ആവുന്നു, ദീസ് എന്ന് പറയുന്നത് ദോസ് ആവുന്നു. നോക്കൂ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന്. ദിസ് ദാറ്റ് ആയി മാറുന്നു, ദീസ് ദോസ് ആയി മാറുന്നു, ഹിയർ ദെയർ ആയി മാറുന്നു, നൗ ദെൻ ആയി മാറുന്നു, ടുഡേ ദാറ്റ് ഡേ, ടുമോറോ ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ദ ഫോളോയിങ് ഡേ, ടുനൈറ്റ് ദാറ്റ് നൈറ്റ്, യെസ്റ്റർഡേ ദ ഡേ ബിഫോർ, or you can say the previous day. The day before yesterday ആണെങ്കിലോ 2 days before. The day after tomorrow ആണെങ്കിലോ the following week. A year ago ആണെങ്കിലോ ago എന്ന് പറയുമ്പോൾ before ആണ് വരിക. A year before എന്നോ previous year എന്നോ നമുക്ക് പറയാം. സോ ഇതും കൂടെ പഠിച്ചിരിക്കുക. എല്ലാവരും ഇത്തരത്തിലുള്ള റൂൾസ്, ഈ ഒരു നോംസ്, മാനദണ്ഡങ്ങളെല്ലാം പഠിച്ചിരിക്കേണ്ടതാണ്. ഏതൊക്കെയാണ് സ്റ്റെപ്പ്, എന്തൊക്കെ എന്തായിട്ട് മാറുന്നു, ഓരോ സ്റ്റേറ്റ്മെൻറ്റിനുമുള്ള റിപ്പോർട്ടിംഗ് വേർബ്സ് ഏതൊക്കെയാണ്, കണക്ടേഴ്സ് ഏതൊക്കെയാണ്, ഐ എന്ന് പറയുന്ന എന്തായിട്ട് മാറുന്നു, അതൊക്കെ കുറേ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ദിസ് എന്ന് പറയുന്ന ദാറ്റായിട്ട് മാറുന്ന ആ ഒരു ഭാഗം, ഇതൊക്കെ നന്നായിട്ടിരുന്ന് പഠിക്കണം. ഓരോ ദിവസം ഓരോ ചെറിയ ഭാഗം വീതം പഠിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും.